നിറങ്ങൾ സംസാരിക്കുന്ന ഒരു ലോകമുണ്ട്. നിറങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരു ചിത്രകാരനും. അവിടെ നിറക്കൂട്ടുകൾ കൊണ്ട് ക്യാൻവാസിൽ മായാജാലം തീർക്കുകയാണ് മുഹമ്മദ് ഇർഫാൻ എന്ന 15-കാരൻ. നമ്മുടെ വിദ്യാലയത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഇർഫാൻ വെളിയനാട് സ്വദേശി അൻവറിന്റെയും ഷെമീനയുടെയും ഏക മകനാണ്. വെളുത്ത കടലാസിൽ പെൻസിൽ കൊണ്ട് മാന്ത്രികത തീർക്കുന്ന ഈ കൊച്ചു മിടുക്കന് ചിത്രരചന വെറുമൊരു വിനോദം മാത്രമല്ല, മറിച്ച് താൻ കടന്നുവന്ന ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്തും ആശ്വാസവുമാണ്. പാരന്റ്സ് ആണ് എന്റെ ടാലന്റ് തിരിച്ചറിയുകയും അതിനുവേണ്ട എല്ലാ അവസരങ്ങളും ഒരുക്കി തരികയും ചെയ്തത്. എന്റെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും എന്നെ ആദ്യം പഠിച്ച ജമാഅത്ത് സ്കൂളിലെ ടീച്ചർമാരും എന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലെ സച്ചിൻ സാറും എനിക്ക് നല്ലൊരു മെന്ററാണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരാളെന്ന് പറയുന്നത് ആസിഫ് അലി കോമോ സെൻസിലെ ആസിഫ് അലി കോമോ ആസിഫ് ഖാൻ എന്ന് വിളിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം എനിക്ക് കുറെ അവസരങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. പ്രകൃതിയുടെ ഭംഗിയും നിത്യജീവിതത്തിലെ കാഴ്ചകളും ഇർഫാന്റെ ചിത്രങ്ങളിൽ നിറഞ്ഞു നൽകുന്നു. ഓരോ വരയിലും ഒരു വലിയ ചിത്രകാരന്റെ കൃത്യതയും ശ്രദ്ധയും നമുക്ക് കാണാൻ സാധിക്കും. 1.5 വർഷം ഞാൻ സ്കൂളിൽ പോയില്ല. അതിനുശേഷമാണ് ഞാൻ CRHSലേക്ക് വരുന്നത്. ഇവിടത്തെ HM ലീന ടീച്ചറും മറ്റു ടീച്ചർമാരും എനിക്ക് തന്ന കരുതലും സ്നേഹവും വാക്കുകൾ കൊണ്ട് വ്യക്തമാക്കാൻ കഴിയാത്തതാണ്. ഇവരോടുള്ള നന്ദിയും കടപ്പാടും എന്റെ മനസ്സിൽ എന്നും തരത്തിലുള്ള ആർട്ടുകൾ ഞാൻ ചെയ്യാറുണ്ട്. എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് പെൻസിൽ ഡ്രോയിങ്ങും 3D ഡ്രോയിങ്ങും പോർട്രേറ്റ് ഡ്രോയിങ്, അക്രിലിക് പെയിന്റിങ് ഇവയൊക്കെയാണ്. ആർട്ട് ഒരു വൈഡ് ഏരിയ ആണ്. അതിൽ കുറച്ച് ഭാഗം മാത്രമേ എനിക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ഇനിയും ഒരുപാട് കവർ ചെയ്യാനുണ്ട്. അങ്ങനെ ഒരു നല്ല ആർട്ടിസ്റ്റ് ആവുക എന്നതാണ് എന്റെ ഡ്രീം. കേരളത്തിലെ ഒട്ടേറെ പ്രശസ്തമായ ചിത്ര പ്രദർശന വേദികളിൽ ഇർഫാന്റെ ചിത്രങ്ങൾ ഇടം നേടിയിട്ടുണ്ട്. ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് ഇർഫാനാണ്. അദ്ദേഹം നല്ലൊരു പെയിന്ററാണ്. വളരെ നന്നായിട്ട് വരയ്ക്കും. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ വരയ്ക്കാനൊക്കുമോ എന്ന്. ഇദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം. വളർന്നു വരുന്ന ഒരു കലാകാരനാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നന്ദി, നമസ്കാരം. പ്രശസ്ത ചിത്രകാരനും എനിക്ക് ഏറെ പ്രിയപ്പെട്ട എന്റെ കൊച്ചനുജനുമായ മാസ്റ്റർ മുഹമ്മദ് ഇർഫാന്റെ ചിത്ര പ്രദർശനം നടക്കുന്നുണ്ട്. എന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനിയും ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ വരയ്ക്കാൻ അവന് ദൈവം ആയുസ്സും ആരോഗ്യം തരട്ടെ. ആലുവ കുറ്റിപ്പുഴ ക്രൈസ്റ്റ് രാജ് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടക്കുന്ന പ്രഗത്ഭനായ ചിത്രകാരൻ ഇർഫാൻ എന്നവരുടെ ചിത്ര പ്രദർശനത്തിന് എന്റെ എല്ലാവിധ ആശംസ. ഒരു സംഘാടകൻ എന്ന നിലയിൽ ഞാൻ വളരെയേറെ ശ്രദ്ധിക്കുന്ന ചിത്രങ്ങളാണ് ഇർഫാന്റേത്. 3D ഡ്രോയിങ്സ് അതിമനോഹരമായി ചെയ്യും ഇർഫാൻ ഞങ്ങളുടെ കലാകൃത്തുക്കളുടെ ഒരു ഗ്രൂപ്പ് അംഗമാണ്. അതിന്റെ കൊച്ചിയിലെ ഗാലറിയിലും ഇർഫാന്റെ ചിത്രങ്ങളുണ്ട്. ഇർഫാന്റെ ഈ പ്രദർശനം വൻ വിജയകരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കോമസെന്റിന്റെ പേരിലും എന്റെ പേരിലും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമസ്കാരം, എന്റെ പേര് സച്ചിൻ. ഞാനൊരു ആർട്ടിസ്റ്ററാണ്. ഇർഫാൻ മുഹമ്മദ് നമ്മുടെ ഓൺലൈനിലൂടെ ആർട്ട് പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സ്റ്റുഡന്റ് ആണ്. ഇർഫാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാലമായി നമ്മോടൊപ്പം ഓൺലൈനിലൂടെ ചിത്രകല പഠിക്കുന്നു. അപ്പൊ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് മുതൽ എനിക്ക് ഇർഫാൻ അറിയാം. ഇർഫാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, ഇർഫാൻ വരയ്ക്കുന്ന ഓരോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിത്രങ്ങളും നേരിട്ട് അടുത്ത് കാണുന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു ചെറിയ പ്രായത്തിൽ നമ്മുടെ ഉള്ളിലെ കഴിവുകൾ വളർത്തിയെടുക്കുക, അത് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക, കൂടാതെ അതൊരു വരുമാന മാർഗമാക്കി മാറ്റുക എന്ന് പറയുന്ന കാര്യം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. CRHS കുറ്റിപ്പുഴയിൽ വെച്ച് നടക്കുന്ന ഇർഫാന്റെ ആർട്ട് എക്സിബിഷന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടാതെ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിട്ട് മാറാനായിട്ട് ഇർഫാന് സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു.
ഓരോ വരയിലും വിസ്മയം തീർക്കുന്ന ഇർഫാൻ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും ഇഴചേരുന്ന ആ ക്യാൻവാസിൽ തന്റെ മുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. ഇതൊരു തുടക്കം മാത്രമാണ്. ആ തൂലികയിൽ നിന്ന് ഇനിയും മനോഹരമായ വിസ്മയങ്ങൾ പിറവിയെടുക്കട്ടെ. ആ വെളുത്ത ക്യാൻവാസിനെ സ്വപ്നങ്ങൾ കൊണ്ട് നിറച്ച് കുടുംബത്തിനും സമൂഹത്തിനും അഭിമാനമായി തീരട്ടെ. ഈ വർണ്ണ വിസ്മയങ്ങൾക്ക് മുൻപിൽ ആശംസകളോടെ ക്രൈസ്തരാജ കുടുംബം.